ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗാർഡനെ പരിചയപ്പെടുത്താൻ പോണേണ്. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ കണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിങ്കോഴികളുണ്ട്, പിന്നെ സാധാ ഒരു കോഴിയുണ്ട്. കരിങ്കോഴികളൊക്കെ നാടനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് വാ. അപ്പോൾ ഇത് ടേബിൾ റോസാണ്. ഇത് 10 മണിക്ക് വരെയാണ് പൂവായതുകൊണ്ട് ഇതിന് 10 മണി പൂന്നാ വിളിക്കണേ. ഇത് 10 മണിക്ക് പോയിട്ട് ഒരു ഉച്ചയൊക്കെയായിട്ട് വാടും. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട്, കുറേ കളറൊക്കെ ഉണ്ട്. അപ്പോൾ അതെ അടുത്ത് നമ്മൾ കാണാൻ പോണത് നമ്മുടെ കോളോട് സിമെൻറ്റ് വെച്ചുണ്ടാക്കിയത്. ഇത് താമരയാണ്. അപ്പം ഇത് രാത്രി 8 മണിക്ക് ഈ താമര വിരിഞ്ഞിട്ട് രാവിലെ ഒരു 9-9:30 ആകുമ്പോൾ കൂമ്പും. അങ്ങനത്തെ 2-3 ദിവസം ആവും. അപ്പോൾ അത് കണ്ടത് അത് വാടിക്കിടക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ കുളത്തിൽ കുറച്ച് മീനൊക്കെ ഉണ്ട്. ഗപ്പികളാണ്, ചെറുതാണ്. ഇതിലൊരു പുതിയ മീനുണ്ട്, ഞങ്ങൾ ഇടാത്തതാണ്. അപ്പൊ ഇവിടെ ചീരയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് സീനിയയുടെ വിത്തും വെച്ച് നട്ടാണ്. അതെ, ഇത് കരിനൊച്ചിയാണ്. ഔഷധ ഗുണമുള്ള സാധനമാണ്. അപ്പം ഇത് റോസാണ്, ബഡ് റോസ് എന്ന് പറയും. 2 റോസും കൂടി കൂട്ടിച്ചേർന്നിട്ട് വരണേണ്. അപ്പം ഇതിപ്പോൾ പൂ ഇട്ടിട്ടില്ല, ഒരു മഞ്ഞ കളറായിരിക്കും. അങ്ങനെ പല കളറാണ്, 2 ഉണ്ട് അങ്ങനത്തെ. നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് വരാം. അപ്പോൾ അവിടെ കുരുമുളക് ഇതേ കണ്ട ഉണങ്ങിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. നാടലോടകം അഡുവിൻ്റെ സ്കൂളിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇവിടെ മന്ദാരം നാട്ടുണ്ട്. അതെ, നമ്മുടെ അദ്ദു പറയും രാമകൽത്തിയാണിത്. ഇത് ഒരെണ്ണം മണത്തിന് ഇങ്ങനെ പിരിഞ്ഞാലും ഇതിൻ്റെ മണം മനസ്സിലാകും. അപ്പം ഞാൻ മണത്ത് വെക്കാൻ വരാണ്. നല്ല മണം. അതെ, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. വെളുമ്പിയും കർമ്മയാണ്, നാടനാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളത് അടിനിയം പൂട്ടടില്ല. പിന്നെ കറ്റാർവാഴയുണ്ട്. ഇത് എണ്ണ കാച്ചാനും പിന്നെ തലയിലൊക്കെ താളിയായിട്ട് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കും. സോമലത മറ്റേ യാഗം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും ഇതൊക്കെ. ഇത് വാടാമല്ലിയാണ്. അപ്പം ഇപ്പോൾ 1-1.5 ആഴ്ചയൊക്കെ ഇങ്ങനെ നിൽക്കുക, എന്നിട്ടാണ് ഇങ്ങനെ ആവണത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പൂവാണ് വിത്തിൻ്റെ ഉള്ളിൽ തന്നെ വിത്തുണ്ടാവും. പിന്നെ അത് മുറി കൂടി. അപ്പം അത് മുറുകൂടി ഇത് ഇങ്ങനെ പിഴിഞ്ഞിട്ട് മുറിവുള്ള സ്ഥലത്ത് വെച്ചാൽ നല്ല ആശ്വാസമൊക്കെ കിട്ടും. പിന്നെ പനിക്കൂർക്കാണ്. പനിയുള്ള കുട്ടികളൊക്കെ ഇല വരച്ചെടുത്തിട്ട് ഇത് വാടിക്കണം. എന്നിട്ട് ചാറെടുക്കണം. സ്പൂണിലാക്കിയിട്ട് പനിയുള്ള കുട്ടികൾക്ക് കൊടുക്കണം. അപ്പം ആശ്വാസമാവും. അപ്പോൾ ഇത് കോഴിക്കൂക്കാണ്. കോഴിക്കൂക്ക് അതിൻ്റെ പൂവാണ് ഇങ്ങനത്തെ.
ഈ പൂവിൻ്റെ ഉള്ളിൽ മെത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഉണങ്ങി കഴിഞ്ഞിട്ട് കിട്ടും. കണ്ട, അതെ ഇവിടെയുണ്ട് മറ്റേത് സീനിയ അവിടെ കാണിച്ചത്. ഇത് നമുക്ക് തരാം. ഇവിടെ നന്ദിയാർവട്ടം ഭയങ്കര ഉണങ്ങിയിരിക്കണ ഈ സീസണിൽ അങ്ങനെ ഇരിക്കും. കണ്ട, അധികം അതിനൊന്നുമില്ല. അപ്പം തെച്ചിയാണ്, തെച്ചിപ്പൂ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇവിടെ ലില്ലി ഉണ്ട്, ലില്ലിപ്പൂവല്ല ലില്ലി. കണ്ട, പൂ ഇട്ടിട്ടില്ല, നല്ല ലില്ലിപ്പൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൽ കമൻറ്റിൽ കൊടുക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബട്ടൺ ഞെക്കി പിടിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അറിയാലോ, ആനന്ദ് ചാനൽ. ചേട്ടാ.